എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒരു സ്ട്രക്ചറാണ്. അതായത് കേരളത്തിൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് നടത്തുന്നത് എന്നുള്ളതിനൊരു ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു പോർഷനാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മൊഡ്യൂൾ 7-നകത്ത് ഇങ്ങനെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പറയുന്നുണ്ട്. ആ ടോപ്പിക്കിൽ വളരെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗത്ത് നിന്നുള്ള പോയിൻറ്റ്സ് മാത്രം, അല്ലാതെ ഗൈഡുകളിലും മറ്റ് നോട്ട്സൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ സമയക്കുറവുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ പോലെ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇതൊന്നും ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് റിവിഷനും കൂടെ ആവും. പഠിച്ചിട്ടുള്ളവർക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് ഒരു പുതിയ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പറഞ്ഞു പോവാം. അടുത്ത പറയുന്നത് അക്സ്റ്റി ആണ്. ACSTI അക്സ്റ്റി. അക്സ്റ്റിക്കകത്ത് നോക്കിയാൽ ഞാൻ അക്സ്റ്റി എന്നാണ് വിളിക്കുന്നത്. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്സ്റ്റി. അപ്പം അക്സ്റ്റിയുടെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ആരാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ കാണും. യഥാർത്ഥ ഉത്തരം എന്ന് പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, നമ്മുടെ കേരള കോപ്പറേറ്റീവ് ബാങ്ക് അഥവാ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് എന്ത് ചെയ്യുന്നത്, അക്സ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിൻ്റെ വർഷം, ഇത് നിലവിൽ വന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1992 എന്ത് ചെയ്യുന്നത്, അക്സ്റ്റി നിലവിൽ വരുന്നത്. 1992 അക്സ്റ്റി നിലവിൽ വരുന്നത്. ശ്രദ്ധിക്കുക, അക്സ്റ്റി നിലവിൽ വരുന്ന വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ 1992. അപ്പം എവിടെയാണ് നമ്മുടെ അക്സ്റ്റിയുടെ ആസ്ഥാനം, അല്ലെങ്കിൽ എവിടെയാണ് അക്സ്റ്റി സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് മനില എന്നാണ് വെച്ചാൽ മൺവിളയാണ്. തിരുവനന്തപുരം മൺവിളയിലാണ് എന്ത് വരുന്നത്, അക്സ്റ്റിയുടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്. എവിടെയാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മൺവിള, ട്രിവാൻഡ്രത്ത് മൺവിളയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അക്സ്റ്റി എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. ഏത് വർഷമാണ് വന്നതെന്നാണ് ചോദ്യം. 1992. എവിടെയാണ് സ്ഥിതി ചെയ്യണമെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ട്രിവാൻഡ്രത്ത് മൺവിളയിലാണ്. പ്രധാനമായിട്ട് അക്സ്റ്റി ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസിലാണ്. അതായത് ഈ ബാങ്കിങ് ഓപ്പറേഷൻസ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് HRD, പിന്നെ LDP ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഇതിലൊക്കെയാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, അക്സ്റ്റി ഫോക്കസ് ചെയ്യുന്നത്. അതേ സമയത്ത് കണ്ടക്ടിങ് ട്രെയിനിങ് ഫോർ ദ 3-tier കോപ്പറേറ്റീവ് സ്ട്രക്ചർ അല്ലേ. 3-tier കോപ്പറേറ്റീവ് സ്ട്രക്ചറിലേക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, അക്സ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വരുന്ന സമയത്ത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇത് രൂപീകരിക്കുന്ന സമയത്ത് 3-tier കോപ്പറേറ്റീവ് സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം, സ്റ്റാഫിന് വേണ്ടി കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ ആയിരുന്നു അക്സ്റ്റിയിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പോൾ വന്ന വർഷം മറക്കണ്ട, 1992. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ട്രെയിനിങ് ആർ ഗിവൺ ടു പറഞ്ഞ പോലെ എൻ്റർ കോപ്പറേറ്റീവ് ഷോർട്ട് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ കംപ്രൈസിങ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലുള്ള ജീവനക്കാർക്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലുള്ളവർക്ക്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലുള്ളവർക്കൊക്കെ വേണ്ടി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ് അക്സ്റ്റി എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് ഈസ് എൻ ഓട്ടോണോമസ് സ്റ്റേറ്റ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള കേട്ടോ. ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ വരുന്ന ഒരു ഓട്ടോണമസ് സ്റ്റേറ്റസ് ആണ് ഏതെന്ന് ചോദിച്ചാൽ അക്സ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അക്സ്റ്റി നമുക്ക് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1992 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് കൊണ്ടുവന്നത്. ആസ്ഥാനം മൺവിള, ട്രിവാൻഡ്രത്താണ്. 3-tier കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിലുള്ള 3-tier കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ ഷോർട്ട് ടേം ക്രെഡിറ്റുകൾ കൊടുക്കുന്ന ഈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇങ്ങനെയുള്ളവർക്കെല്ലാമാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഓട്ടോണമസ് സ്റ്റാറ്റസിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. ക്ലിയർ ആണല്ലോ. അപ്പം അതാണ് അക്സ്റ്റിയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത പറയുന്നത് ക്യാപ്പാണ്. ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ഈ പറഞ്ഞ ഗൈഡുകളിലൊക്കെ ക്യാപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആണ് ക്യാപ്പ് എന്ന് പറയുന്നത്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതാണ് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ക്യാപ്പ്. ക്യാപ്പിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത് കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ കേരള, ഇത് കേരളത്തിനകത്തുള്ളതാണ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, വാസ് ഫോംഡ് ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ വേരിയസ് പ്രൊഫഷണൽ ഫീൽഡ് ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, വ്യത്യസ്തമായ പ്രൊഫഷണൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് വേണ്ടി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി വന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഏത്, ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ്പ് ആരാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ക്യാപ്പിന് പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്, ബൈ ദ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള. അതായത് സർക്കാരാണ്, ഗവൺമെൻറ് ഓഫ് കേരളയുടെ കീഴിൽ ആണ് എന്ത് ചെയ്യുന്നത്,
പ്രൊമോട്ട് ചെയ്യുന്നത്. ദ ക്യാപ്പ് ഈസ് പ്രൊമോട്ടഡ് ബൈ ദ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് കേരള. അതേപോലെ തന്നെ ഇതൊരു ഓട്ടോണോമസ് സൊസൈറ്റി അണ്ടർ ഗവൺമെൻറ് ഓഫ് കേരള. അപ്പം ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് സൊസൈറ്റി അണ്ടർ ഗവൺമെൻറ് ഓഫ് കേരള, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബൈ ദ കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ ശ്രദ്ധിക്കുക, ക്യാപ്പിൻ്റെ ഫുൾ ഫോം ശ്രദ്ധിക്കുക. എന്തുവാണ്? കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ക്യാപ്പിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫീൽഡിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കുന്നതാണ് ക്യാപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ക്യാപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഗവൺമെൻറ് ഓഫ് കേരള. അത് ഇറ്റ്സ് ആൻ ഓട്ടോണോമസ് സൊസൈറ്റി അണ്ടർ ഗവൺമെൻറ് ഓഫ് കേരള. അതൊരു സൊസൈറ്റി ആവുന്നു. ക്യാപ്പ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അക്കാഡമി എന്തുവാ? ഒരു ഓട്ടോണോമസ് സൊസൈറ്റിയാണ് അണ്ടർ ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ ഏതിൻ്റെ കീഴിലായിരിക്കും സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക? സൊസൈറ്റി ആവണമെങ്കിൽ ഒരു ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 ആണ്. കേട്ടല്ലോ, ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955. അപ്പം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ടിൻ്റെ വർഷം കൊടുത്തിരിക്കുക 1955. അപ്പോൾ ക്യാപ്പ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അതിൻ്റെ കീഴിലാണ്. ക്ലിയർ ആണല്ലോ. പിന്നെ ഇതിനൊരു ഇറ്റ്സ് എ ബേസിസ് ഓൺ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് റൂൾസ് അപ്രൂവ് ചെയ്തേക്കുന്നത് ഗവൺമെൻറ് ഓഫ് കേരള ആണ്. അപ്പം ക്യാപ്പ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ക്യാപ്പ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. കേരളത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഇറ്റ്സ് ആൻ ഓട്ടോണമസ് സൊസൈറ്റി അണ്ടർ ഗവൺമെൻറ് ഓഫ് കേരള. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. അടുത്തത് ആരാണ് ഈ സൊസൈറ്റി? ഇതൊരു സൊസൈറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സൊസൈറ്റിയുടെ കീഴിൽ വരുന്ന എക്സ് ഒഫിഷ്യോ ചെയർമാൻ എന്ന് പറയുന്ന ആരായിരിക്കും? ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ. നമുക്ക് കോപ്പറേറ്റീവ് മിനിസ്റ്റർ എന്ന് എഴുതാൻ തോന്നും. ഒരു കാരണവശാലും കോപ്പറേറ്റീവ് മിനിസ്റ്റർ എഴുതല്ലേ. അദ്ദേഹം വന്നിട്ട് എക്സ് ഒഫിഷ്യോ വൈസ് ചെയർമാൻ ആകുന്നു. ഓക്കെ, അപ്പോൾ ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ഈസ് ദ എക്സ് ഒഫിഷ്യോ വൈസ് ചെയർമാൻ. ക്ലിയർ ആണല്ലോ. അതേ സമയത്ത് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ആരാണ്? എക്സ് ഒഫിഷ്യോ ചെയർമാൻ ഓഫ് ദ സൊസൈറ്റിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എക്സ് ഒഫിഷ്യോ ചെയർമാൻ ഓഫ് ദ സൊസൈറ്റിയും ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ് ഒഫിഷ്യോ വൈസ് ചെയർമാനുമാണ്. അപ്പം കോർപ്പറേഷൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് എക്സ് ഒഫിഷ്യോ വൈസ് ചെയർമാൻ, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഒഫിഷ്യോ ചെയർമാൻ ആണ്. ആൻഡ് ദ ചെയർമാൻ ഓഫ് ബോർഡ് ഓഫ് ഗവർണേഴ്സ് വിത്ത് ദ ഡയറക്ടർ ഓഫ് ദ അക്കാഡമി ആസ് ദ മെമ്പർ സെക്രട്ടറി ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ദ ഗവർണൻസ് ഓഫ് ദ ക്യാപ്പ് ഈസ് വെസ്റ്റഡ് വിത്ത് 7 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. എത്ര മെമ്പേഴ്സ് ഉണ്ട്? 7 എക്സിക്യൂട്ടീവ് ഉണ്ട്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. അപ്പം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ക്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു സൊസൈറ്റിയിലാണ് രജിസ്റ്റർ ചെയ്യണത് നമ്മൾ പറഞ്ഞു. ആ സൊസൈറ്റി ഏത് സൊസൈറ്റിയെന്ന് ചോദിച്ചാൽ സൊസൈറ്റി ഏത് ആക്ടിൻ്റെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ചോദിച്ചാൽ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 ആണെന്ന് പറഞ്ഞു. ഇനി ഈ സൊസൈറ്റി ഒരു ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആളായിരിക്കും ഇതിൻ്റെ എക്സ് ഒഫിഷ്യോ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി സൊസൈറ്റിയുടെ വൈസ് ചെയർമാൻ എക്സ് ഒഫിഷ്യോ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആയിരിക്കും. ഇനി ഇതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്ന് ചോദിച്ചാൽ ആരാന്ന് പറയാം? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. എന്നാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്ത് 1999 2000 സമയത്തായിരുന്നു. അന്ന് ഫോളോ ചെയ്ത കോളേജ് ആൻഡ് മെഡിക്കൽ കോളേജ് വന്നത് 2000-2001 കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ 99-2000 കാലഘട്ടത്തിൽ ആദ്യത്തെ കോളേജും 2000-2001 കാലഘട്ടത്തിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജും വരുന്നു. അവർക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിലാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്? അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേ സമയത്ത് തന്നെ അവർക്ക് എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ 9 എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു ഫിനിഷിംഗ് സ്കൂള്, പിന്നെ പുന്നപ്രയിൽ ഒരു ആശുപത്രിയുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്യാപ്പിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ക്യാപ്പ് ഒരു ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 99-2000 സമയത്ത്. ക്യാപ്പിന് ഒരു കോളേജ് മെഡിക്കൽ കോളേജ് വരുന്നത് 2000-2001 കാലഘട്ടത്തിൽ. ക്യാപ്പ് വന്നിട്ട് കൊച്ചിൻ കുസാറ്റുമായിട്ട് അവരുടെ എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ട് കുസാറ്റുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് അവർക്ക്? 9 എഞ്ചിനീയറിംഗ് കോളേജ്, ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ഫിനിഷിംഗ് സ്കൂൾ ആൻഡ് പുന്നപ്രയിൽ ഒരു ആശുപത്രി. ക്ലിയർ ആണല്ലോ. മെഡിക്കൽ കോളേജ് വന്ന വർഷം ഓർത്തിരിക്കുക 2000-2001. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവർക്ക് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, 7 മെമ്പേഴ്സ്. അതിൻ്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കോപ്പറേറ്റീവ് മിനിസ്റ്റർ. അതേ സമയത്ത് എക്സ് ഒഫിഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്ററും വൈസ് ചെയർമാൻ എക്സ് ഒഫിഷ്യോ വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്?
ഹോണറബിൾ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. അപ്പോൾ ഇത്രയാണ്. അപ്പം ബാക്കി അടുത്ത വീഡിയോയിൽ ബാക്കി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറയുന്ന പോലെ PEC എന്താണ്, പിന്നെ നമ്മുടെ NCDC എന്താണ്, ലിനാക്ക് എന്താണ്, ബേർഡ് എന്താണെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.